ഇത് ഭയങ്കര പോപ്പുലർ ആണ്. നിങ്ങൾ ഈ ചെറിയ ബോട്ടിലിൽ ബ്ലൂ കളറിൽ കാണുന്നതാണ് GHK കോപ്പർ എന്ന് പറയുന്ന പെപ്റ്റൈഡ്. ലാസ്റ്റ് ഒരു 1 ഇയർ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഏറ്റവും പോപ്പുലർ ആയിട്ട് ഇപ്പോ യൂസ് ചെയ്യുന്ന ഒരു പെപ്റ്റൈഡ് ആണ്. പക്ഷെ GHK-Cu എന്ന പേര് കേൾക്കുമ്പോൾ മിക്ക ആൾക്കാരും ആദ്യം ഓർക്കുന്നത് സ്കിൻ കെയർ ആയിരിക്കും, ആന്റി ഏജിങ് ആയിരിക്കും, അല്ലെങ്കിൽ റിങ്കിൾ റിഡക്ഷൻ ആയിരിക്കും, ഹെയർ ഗ്രോത്ത് റിലേറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ സ്കിൻ ക്വാളിറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറെ വർഷങ്ങൾക്ക് മുമ്പ്, കുറെ നാളുകൾ, ഇൻഫാക്ട് ഒരു 1.5 ഇയർ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്രയും സമയം ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴും ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ സ്കിൻ ക്വാളിറ്റിനെ പറ്റിയിട്ടാണ് ചെയ്തത്. അതുപോലെ തന്നെ ഒരു 3-6 മന്ത്സും ഞാൻ അത് തന്നെയാണ് കൺസിഡർ ചെയ്തിരുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ് കരുതിയിരുന്നത്. ഇതൊരു കോസ്മെറ്റിക് പെപ്റ്റൈഡ് ആണ്, അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി പെപ്റ്റൈഡ് ആണ്, ഒരു സ്കിന്നിന് യൂസ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ട് ആണ്, അതിൽ കൂടുതൽ ഒന്നുമില്ല എന്നുള്ളൊരു ഒരു അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു എനിക്ക്. പക്ഷേ ആ സയൻസിലേക്ക് കൂടുതൽ ഡീപ്പായിട്ട് നമ്മൾ പോകുമ്പോൾ ഈ ഒരു പെപ്റ്റൈഡ് ഭയങ്കര സർപ്രൈസിങ് ആണ്. GHK-Cu എന്ന് പറയുന്നത് സ്കിൻ പെപ്റ്റൈഡ് മാത്രമല്ല, നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പയർ സിഗ്നലുകളിൽ ഒന്നായിരിക്കും. അത് നാച്ചുറലി നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു റിപ്പയർ മെക്കാനിസം അതേപോലെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് GHK-Cu. അതുകൊണ്ടാണ് ഏറ്റവും നല്ലൊരു പെപ്റ്റൈഡ് ആണ് GHK-Cu. സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരം ഉണ്ടാക്കുന്ന ഒരു പെപ്റ്റൈഡ് ആണ്. പക്ഷെ പ്രായം കൂടുമ്പോൾ അത് നല്ല രീതിയിൽ കുറഞ്ഞു വരും. പക്ഷേ ഇത് നമ്മുടെ റിപ്പയറിന്, റീജനറേഷന്, ഇൻഫ്ലമേഷൻ കൺട്രോളിന്, അതായത് കൊളാജൻ പ്രൊഡക്ഷൻ, ഹെൽത്തി ഏജിങ് എന്നീ ഒരു ഏരിയാസിൽ ബന്ധപ്പെട്ടിട്ട് ഒരു തൗസൻഡ്സ് ഓഫ് ജീൻസിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു പെപ്റ്റൈഡ് ആണ് GHK-Cu. അതിൽ റിപ്പയർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, റീജനറേഷൻ ഇമ്പോർട്ടന്റ് ആണ്, ഇൻഫ്ലമേഷൻ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ സാധാരണ ആൾക്കാർ പറയുന്നത് എന്താണ്? ആന്റി ഏജിങ്, കൊളാജൻ പ്രൊഡക്ഷൻ, ഇലാസ്റ്റിൻ പ്രൊഡക്ഷൻ, സ്കിൻ. നിങ്ങൾ നോക്കൂ, സ്കിന്നിന്റെ ക്വാളിറ്റി നോക്കൂ. ലാസ്റ്റ് ഒരു 1 ഇയർ ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. ആ സ്കിൻ ക്വാളിറ്റി, സ്കിൻ നല്ല ടൈറ്റൻ ആയിരിക്കും, റിങ്കിൾസ് ഒന്നും ഇല്ലാത്ത സ്കിന്നാണ്. I am 40 but my biological age is 32. Why? Because of these combination. I tell you that. അത് ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെയാണെന്നുള്ളത്. സോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സ്കിന്നിന്റെ ഒരു ക്വാളിറ്റി, ഇത് ഒരു ഫംഗ്ഷൻ ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇൻസൈഡ് വേറെ കുറെ ഫംഗ്ഷൻസ് ഉണ്ട്. നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ കൺട്രോൾ ചെയ്യുന്നുണ്ട്. KPV എന്ന് പറഞ്ഞ വേറൊരു പെപ്റ്റൈഡ് ഉണ്ട്, റിപ്പയർ റീജനറേഷൻ, BPC-157, TP-500 ഒക്കെ ഉണ്ട്. പക്ഷേ GHK-Cu നല്ലൊരു റോൾ അതിൽ പ്ലേ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് GHK-Cu യഥാർത്ഥത്തിൽ എന്താണ്, അത് എന്തുകൊണ്ടാണ് ഇത്രയും പോപ്പുലർ ആയിട്ടുള്ളത്, എന്തുകൊണ്ടാണ് പെപ്റ്റൈഡ്സിൽ വൺ ഓഫ് ദ ബെസ്റ്റ്, ഫോർ മീ വൺ ഓഫ് ദ ബെസ്റ്റ്, ഫോർ മീ വൺ ഓഫ് ദ ഫേവറേറ്റ്. സോ ഞാനത് യൂസ് ചെയ്തപ്പം ബേസിക്കലി ഞാൻ ഉദ്ദേശിച്ചിരുന്നത്, എനിക്ക് ഫാറ്റ് റിഡക്ഷൻ ആണെങ്കിൽ ടെസാമോർലിൻ ഉണ്ട്, അപ്പറ്റൈറ്റ് റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ റെറ്റാട്രൂട്ടൈഡ് ഉണ്ട്, അതുപോലെ സ്ലീപ്പിനാണെന്നുണ്ടെങ്കിൽ DSIP ഉണ്ട്, അല്ലെ? അതുപോലെ റിപ്പയർ, ജിമ്മിൽ പോയിട്ട് വർക്ക്ഔട്ട് കഴിഞ്ഞ് റിപ്പയർ ചെയ്യാനാണെങ്കിൽ BPC ഉണ്ട്. സോ ഇതെനിക്ക് സ്കിൻ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ യൂസ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ എല്ലാം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കോമ്പിനേഷനെ ഏറ്റവും കൂടുതൽ ഒരു കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു പെപ്റ്റൈഡ് ആണ് GHK-Cu. ഈവൻ നൗ രാവിലെയാണ് ഞാൻ ഈ സെഷൻ എടുക്കുന്നത്. ഫസ്റ്റ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞാൻ എടുക്കുന്ന ഫസ്റ്റ് പെപ്റ്റൈഡ് ആണ് GHK-Cu. GHK-Cu എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ GHK എന്ന് പറയുന്നത് ഒരു 3 അമിനോ ആസിഡ്സ് ചേർന്ന ഒരു പെപ്റ്റൈഡ് ആണ്. ഗ്ലൈസൈൽ, G സ്റ്റാൻഡ്സ് ഫോർ ഗ്ലൈസൈൽ, L അതുപോലെ H നോക്കിക്കഴിഞ്ഞാൽ ഹിസ്റ്റിഡൈൽ, ആൻഡ് L എന്ന് പറയുന്നത് ലൈസീൻ. ഈ 3 അമിനോ ആസിഡ്സ് ചേർന്ന് ഗ്ലൈസൈൽ, ഹിസ്റ്റിഡൈൽ ആൻഡ് ലൈസൈൽ. ഈ 3 അമിനോ ആസിഡ്സ് മാത്രമേ ഉള്ളൂ. അത്രയും ചെറിയൊരു മോളിക്യൂൾ ആണത്. ആ ഒരു മോളിക്യൂളിന്റെ ഫംഗ്ഷൻ നിങ്ങൾ നോക്കൂ, എത്ര കോംപ്ലക്സ് ആണ്, എത്ര ലാർജർ ആണ്. ഇനി ഈ GHK-യുടെ കൂടെ കോപ്പർ ബൈൻഡ് ചെയ്യുമ്പോഴാണ് ഇത് GHK കോപ്പർ അല്ലെങ്കിൽ GHK-Cu ആയിട്ട് മാറുന്നത്. അവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവുന്നത്, അല്ലെ? GHK-Cu നമ്മുടെ ശരീരത്തിൽ സ്വാഭാവികമായിട്ടുള്ളതാണ്. അത് നമ്മുടെ ബ്ലഡ് പ്ലാസ്മ എടുത്താലും, സലൈവ എടുത്താലും, യൂറിൻ എടുത്താലും, ഏത് ടിഷ്യൂ എടുത്താലും അതിൽ ഒരു GHK-Cu ഉണ്ടാവും. അതൊരു ഫോറിൻ കോമ്പൗണ്ട് അല്ല, നമ്മുടെ ശരീരം തന്നെ ഉണ്ടാക്കുന്ന ഒന്നാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ ഏജ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ 35 ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ, നമ്മൾ 40 ക്രോസ് ചെയ്ത്, അതിന്റെ ഗ്രാഫ് ഇങ്ങനെയാണ്. നമ്മൾ ഏജ് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ അതിന്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരുന്നത്. സോ നമ്മൾ 35 ആകുമ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ടാവും, നമ്മൾ 40 ആയി കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാവും. ഇങ്ങനെയാണ് അത് പോകുന്നത്. സോ 60 ആയി കഴിയുമ്പോഴേക്കും ഏകദേശം ഒരു 70% ഓഫ് GHK-Cu പ്രൊഡക്ഷൻ ഉണ്ടാവാതിരിക്കും, കുറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നമ്മളത് സപ്ലിമെന്റ് ചെയ്യേണ്ടത്. 35 കഴിഞ്ഞവർ അല്ലെങ്കിൽ 40 കഴിഞ്ഞവർ സപ്ലിമെന്റ് ചെയ്യണം. എന്തുകൊണ്ടാണ് 40 കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്ലൈറ്റ്ലി ഒരു റിങ്കിൾസ് ഒക്കെ വന്നു തുടങ്ങുന്നത് ഫേസിലും ഇവിടെ കയ്യിലൊക്കെ? അത് ഇതിന്റെ ഒരു ഡെഫിഷ്യൻസി കൊണ്ടാണ്. സോ റിങ്കിൾസ് അവോയ്ഡ് ചെയ്യാൻ, അതായത് എലാസ്റ്റിൻ പ്രൊഡക്ഷൻ ഉണ്ടാവും, ആ ഇലാസ്റ്റിസിറ്റി കൂടും, അതുപോലെ കൊലാജൻ പ്രൊഡക്ഷൻ ഉണ്ടാവും. അതൊക്കെയാണ് ഈ ആന്റി ഏജിങ് പ്രോപ്പർട്ടി. പക്ഷെ ആന്റി ഏജിങ് പ്രോപ്പർട്ടി മാത്രമല്ല, റിപ്പയർ, റീജനറേഷൻ, ഇൻഫ്ലമേഷൻ കൺട്രോൾ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇനി GHK-Cu ഏജിങ് തമ്മിലുള്ള കാര്യങ്ങൾ നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാം.
GHK ഉണ്ടാവുന്നത് ടിഷ്യൂ റീമോഡലിംഗിന്റെ സമയത്താണ്. സോ അതായത് നമ്മുടെ ശരീരം കൊളാജൻ റിപ്പയർ ചെയ്യുമ്പോൾ, ടിഷ്യൂ റിപ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വൂണ്ട് ഹീലിംഗ് ഇതൊക്കെ നടക്കുമ്പോൾ ചെറിയ പെപ്റ്റൈഡ് ഫ്രാഗ്മെന്റ്സ് റിലീസ് ചെയ്യുന്നുണ്ട്. അതിൽ ഒരെണ്ണമാണ് GHK. നമ്മുടെ ബോഡി നാച്ചുറലി ചെയ്യുന്ന വൂണ്ട്, നമുക്കൊരു ഇഞ്ചുറി വന്നു അത് റിപ്പയർ ചെയ്യുന്നു, ഒരു ടിഷ്യൂ ഇഷ്യൂ വന്നു അത് റിപ്പയർ ചെയ്യുന്നു, ആ സമയത്ത് ഉണ്ടാക്കുന്ന പെപ്റ്റൈഡ് ഫ്രാഗ്മെന്റ്സിൽ ഒന്നാണ് GHK. അതിന്റെ അർത്ഥം എന്താണ്? GHK ഒരു ബയോളജിക്കൽ സിഗ്നൽ പോലെയാണ്. അത് നമ്മുടെ ബോഡിനോട് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനോട് പറയുന്നത് ഇവിടെ ഈ ഒരു പോയിന്റിൽ റിപ്പയർ വർക്ക് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് മെയിൻ്റനൻസ് വേണം എന്ന മെസ്സേജ് അത് പാസ് ചെയ്യാണ് ചെയ്യുന്നത് നമ്മുടെ ബോഡി. അതായത് GHK ശരീരത്തിന്റെ ഒരു നാച്ചുറൽ ഹീലിംഗ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. പക്ഷെ പ്രായം കൂടുമ്പോൾ നമ്മുടെ കൊലാജൻ കൂടുതൽ റിജിഡ് ആകുന്നു, അതല്ലെങ്കിൽ ടിഷ്യൂ റീമോഡലിംഗ് കുറയും, റിപ്പയർ സിഗ്നൽ കുറയും. സോ ഒരു 60 വയസ്സാകുമ്പോൾ GHK CU ഭയങ്കരമായിട്ട് റാപ്പിഡ്ലി കുറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ GHK കുറയുമ്പോൾ എന്ത് സംഭവിക്കും? നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നടക്കൂല, റിപ്പയറിംഗ് സിഗ്നൽസ് കുറയും, കൊലാജന്റെ ടേൺ ഓവർ കുറയും, റീജനറേഷന്റെ ശേഷി കുറയും. ഇതെല്ലാം വരുമ്പോൾ നമ്മുടെ ഏജിങ് കൂടുതൽ വിസിബിൾ ആവും, അല്ലെ? ഇനി കോപ്പർ ഇതിൽ എന്താണ് ഇമ്പോർട്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് കോപ്പർ. കോപ്പർ ഒരു മിനറൽ മാത്രമല്ല, റിപ്പയറുമായിട്ട് ബന്ധപ്പെട്ട പല എൻസൈംസിന്റെയും ഒരു ക്രിട്ടിക്കൽ കോ ഫാക്ടർ കൂടിയാണ് കോപ്പർ. കോപ്പർ ശരിയായിട്ടുള്ള അളവിൽ ഇല്ല എന്നുണ്ടെങ്കിൽ കൊലാജൻ പ്രൊഡക്ഷൻ കുറയും. സോ കൊലാജൻ പ്രൊഡക്ഷന് സപ്ലിമെന്റ് ചെയ്യാനായിട്ട് കോപ്പർ ആവശ്യമുണ്ട്. അതുപോലെ ഇലാസ്റ്റിൻ ഫോർമേഷൻ കുറയും. സ്കിന്നിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഇലാസ്റ്റിൻ, സ്കിൻ ഇതുപോലെ ടൈറ്റ് ആയിട്ട് നിൽക്കണം, അല്ലെങ്കിൽ കൊലാജൻ, അല്ലെ? ആ ഒരു യൂത്ത്ഫുൾനെസ് മെയിൻറ്റെയിൻ ചെയ്യണം. ആന്റി ഓക്സിഡന്റ് ഡിഫൻസ് സ്ട്രോങ് അല്ലാണ്ടാവും. അതുപോലെ ടിഷ്യൂ റിപ്പയർ ഭയങ്കര സ്ലോലി ആവും. ഇവിടെയാണ് GHKയുടെ ഇമ്പോർട്ടന്റ് റോൾ വരുന്നത്. GHK നമുക്കൊരു ഡെലിവറി സിസ്റ്റം പോലെയാണ് പ്രവർത്തിക്കുന്നത്. അത് കോപ്പറിനെ ബൈൻഡ് ചെയ്ത് ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ പറയാം. GHK എന്ന് പറയുന്നത് ഒരു കൊറിയർ ആണെന്ന് വിചാരിക്കുക. കോപ്പർ ഒരു പാക്കേജ് ആണ്. ഡാമേജ് ടിഷ്യൂ ആണ് ഡെസ്റ്റിനേഷൻ. ആ ഡാമേജ് ടിഷ്യൂവിലേക്ക് ആ ഒരു പാക്കേജിന് കൊണ്ടുപോയി എത്തിക്കുക. അപ്പൊ GHK എന്ന് പറയുന്ന സാധനം ഈ കോപ്പറിന് നമ്മുടെ ഡാമേജ് ടിഷ്യൂവിൽ കൊണ്ടുപോയി എത്തിക്കുക, അവിടെ പ്രോപ്പറായിട്ട് റിപ്പയർ നടക്കുക. അത് റിപ്പയറിംഗ് റിലേറ്റഡ് കാര്യങ്ങൾ. ബാക്കിയുള്ള ഫങ്ഷൻസ്, അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും വിചാരിക്കും സ്കിൻ പെപ്റ്റൈഡ് ആണ്, കോസ്മെറ്റിക് പെപ്റ്റൈഡ് ആണ്, കൊലാജനും ഇലാസ്റ്റിനുമാണ്. അതുപോലെ ഹെയർ ഉണ്ട്. അത് AHK ആണ് കുറച്ചും കൂടി ബെറ്റർ GHKനേക്കാളും. ബട്ട് GHKയിലും ഹെയർ റോൾ ഉണ്ട്, അത് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യാം. അപ്പൊ GHK ആ പാക്കേജിന് കറക്റ്റ് ആയ സ്ഥലത്ത് കൊണ്ടുപോയി എത്തിക്കുന്നു, അവിടെ ടിഷ്യൂ റിപ്പയർ നടക്കുന്നു. അപ്പൊ ഇതൊരു വെറും കൊലാജൻ പെപ്റ്റൈഡ് ആയിട്ടല്ല കാണേണ്ടത്, അല്ലെ? മിക്ക ആൾക്കാരും GHK CU കൊലാജൻ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്ന കരുതുന്നു, അതുകൊണ്ട് ഇത് യൂസ് ചെയ്തു. ബട്ട് ഓഫ് കോഴ്സ് അത് കറക്റ്റ് ആണ്. പക്ഷെ അത് ഇതിന്റെ ഫംഗ്ഷന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ്. GHK CU ജീൻ എക്സ്പ്രഷൻസിനെ സ്വാധീനിക്കുന്നതായിട്ട് പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. അത് ഒന്നോ രണ്ടോ ജീൻസ് ഒന്നല്ല, തൗസൻഡ്സ് ഓഫ് ജീൻസ് ഇൻ യുവർ ബോഡി. അതായത് കുറെ ഏരിയ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ GHK CU DNA റിപ്പയർ റിലേറ്റഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ആന്റി ഓക്സിഡന്റ് ഡിഫൻസ് വരുന്നുണ്ട്, സ്റ്റെം സെൽ ആക്ടിവിറ്റി റിലേറ്റഡ് ജീൻസ്, അല്ലെങ്കിൽ ടിഷ്യൂ റീജനറേഷൻ, ഇൻഫ്ലമേഷൻ കൺട്രോൾ, സെല്ലുലാർ മെയിൻ്റനൻസ്, അല്ലെ? അപ്പോ GHK CU ടിഷ്യൂ റിപ്പയർ ചെയ്യുന്നതല്ല, റിപ്പയർ നടക്കാൻ അനുകൂലമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് സൃഷ്ടിക്കുന്നുണ്ട്. അതായത് ഒരു പ്രോപ്പർ കോർഡിനേഷൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്നു. സോ GHK CU ആണ് അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, GHK ടിഷ്യൂ റിപ്പയർ ചെയ്യുന്നു എന്ന് പറയുന്നതും അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഉണ്ടാക്കുന്നു എന്ന് പറയുന്നതും രണ്ടാണ്. സോ ഇവിടെ ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി എന്തുകൊണ്ടാണ് സ്കിൻ ഹെൽത്തിന് ഇത്രയും ഫേമസ് ആയിട്ടുള്ളത്? എന്തുകൊണ്ടാണ് GHK CU ആൾക്കാർ സ്കിൻ ഹെൽത്തിനായിട്ട് കണക്ട് ചെയ്ത് പറയുന്നത്? ആരും റിപ്പയറിനെ പറ്റിയോ അല്ലെങ്കിൽ റീജനറേഷനെ പറ്റിയോ ടിഷ്യൂ റീമോഡലിങ്ങിനെ പറ്റിയോ ഒന്നും പറയാതെ. അതിന് കാരണം ഏറ്റവും കൂടുതൽ റിസർച്ച് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആ ഒരു ഫീൽഡിലാണ്, GHK CUവിന്റെ സ്കിൻ തിക്നെസ്. കാരണം ഏറ്റവും കൂടുതൽ പൈസ ഉള്ളത് എവിടെയാണ്? കോസ്മെറ്റോളജിയിലാണ്. സോ കൂടുതൽ ആൾക്കാരും സ്പെൻഡ് ചെയ്യുന്നത് അതിലാണ്. അവിടെയാണ് ആരും റിപ്പയറിന് ചിലപ്പോൾ ബോഡി ബിൽഡേഴ്സ് അല്ലെങ്കിൽ ഡാമേജസ് ഉള്ള ആൾക്കാരാണ് നോക്കുള്ളൂ. പക്ഷെ സ്കിന്നോ എല്ലാവരും നോക്കും. സ്കിൻ വിസിബിൾ ആണ്, മറ്റത് ഇൻവിസിബിൾ ആണ്. നമ്മുടെ ബോഡിയിൽ റിപ്പയർ നടക്കുന്നുണ്ടോ എന്നുള്ളതൊന്നും അറിയില്ല. പക്ഷെ പൈസ ഉള്ളത് എവിടെയാണ്? അവിടെയാണ് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ സ്കിൻ തിക്നെസ് നിങ്ങൾ നോക്കൂ, സ്കിന്നിന്റെ തിക്നെസ്. എനിക്കത് ഭയങ്കരമായിട്ട് ഡിഫറൻസ് ഫീൽ ചെയ്യാൻ പറ്റും. കാരണം ഐ എം എ ക്യാൻസർ സർവൈവർ. ആ സമയത്തുള്ള എന്റെ സ്കിൻ, ഞാൻ വേണമെങ്കിൽ ആ ഫോട്ടോ ഇവിടെ അറ്റാച്ച് ചെയ്യാം. നിങ്ങൾക്ക് ആ ഫോട്ടോ ഇപ്പോഴത്തെ തന്നെ കാണുമ്പോഴുള്ള ഡിഫറൻസ്, ഓഫ് കോഴ്സ് മൾട്ടിപ്പിൾ പെപ്റ്റൈഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, കോമ്പിനേഷൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഹെൽപ്പ് ചെയ്യുന്ന, ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് എന്ത്? GHK CU. സ്കിൻ തിക്നെസ്, ഐ ക്യാൻ ഫീൽ ഇറ്റ്. യു ക്യാൻ ഓൾസോ ഫീൽ ദാറ്റ്, റൈറ്റ്? സ്കിൻ തിക്നെസ് ആണെങ്കിലും, സ്കിൻ ഇലാസ്റ്റിസിറ്റി ആണെങ്കിലും, ലുക്ക് അറ്റ് ദിസ്. സ്കിൻ ഇലാസ്റ്റിസിറ്റി ആണെങ്കിലും, കൊലാജൻ പ്രൊഡക്ഷൻ സപ്പോർട്ട് ചെയ്യാനാണെങ്കിലും, വൂണ്ട് ഹീലിംഗ്,
അല്ലെങ്കിൽ ഏജിന്റെ ആ ഒരു വിസിബിൾ സൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ വരുന്ന റിങ്കിൾസ്, ഇവിടെയൊക്കെ റിങ്കിൾസ് എനിക്ക് സ്റ്റാർട്ട് ചെയ്ത് വന്നതായിരുന്നു, അതൊക്കെ പോയി ആക്ച്വലി. സോ പല ആൾക്കാരും ഉപയോഗിച്ചവർ, എന്റെ ക്ലയൻസ്, എന്റെ മെന്റീസ്, ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, എന്റെ വൈഫ്, ബെറ്റർ സ്കിൻ ടെക്സ്ചർ ഉണ്ട്, ഹെൽത്തിയർ അപ്പിയറൻസ് ഉണ്ട്, ഫാസ്റ്റ്, യു ലുക്ക് അറ്റ് മീ ആൻഡ് സീ ദ ഡിഫറൻസ്, ഫാസ്റ്റർ ഹീലിംഗ്, ഇംപ്രൂവ്ഡ് സ്കിൻ ക്വാളിറ്റി. ഇതെല്ലാം കാരണം കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഇത് സ്കിന്നിന് ആൾക്കാർ യൂസ് ചെയ്യുന്നത്. കാരണം സ്കിൻ കണ്ടിന്യൂസ്ലി റീമോഡലിംഗ് ചെയ്യപ്പെടുന്ന ഒരു ടിഷ്യൂ ആണ്. GHK-Cu ആ പ്രോസസ്സിന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് സ്കിന്നിൽ വരുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് കുറച്ച് ഇതിന്റെ ബാക്കിയുള്ള സൈഡ്സ് ആണ്. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ സ്കിന്നിനെ പറ്റി പറഞ്ഞു. ഇനി ഹെയർ ഗ്രോത്തിൽ അനദർ ഏരിയ ഓഫ് റിസർച്ച് ആണ് ഹെയർ ഗ്രോത്ത്. പക്ഷെ ഹെയർ ഗ്രോത്തിന് മാത്രമായിട്ട് നമ്മൾ GHK-Cu യൂസ് ചെയ്യേണ്ട, അതിന് മാത്രമായിട്ടാണെന്നുണ്ടെങ്കിൽ AHK-Cu ആണ് ബെറ്റർ. ഇതിന്റെ തന്നെ വേറൊരു വേർഷൻ ആണ്. നിങ്ങൾ നോക്കുക, സ്കിന്നിന് ഇത്രയും ഫങ്ഷൻസ് ഓൾറെഡി തരുന്നുണ്ട്. റിപ്പയർ, റീമോഡലിംഗ്, റീജനറേഷൻ, ഇത്രയും ഫങ്ഷൻസ് വേറെ ഉണ്ട്. അപ്പോ GHK-Cuന് ഹെയറിലുള്ളത് നിങ്ങൾ കോംപ്ലിമെന്ററി ആയിട്ട് മാത്രം എടുത്താൽ മതി. മുടി വളർച്ച എന്നത് ആൾക്കാർ വിചാരിക്കുന്ന മാതിരി ഏറ്റവും ചെറിയ കാര്യമൊന്നുമല്ല. ഹെയർ ഫോളിക്കിൾസ് ഒരു ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ബയോളജിക്കൽ സ്ട്രക്ചർ ആണ്. ഒരു ഹെയർ ഫോളിക്കിൾ ആരോഗ്യകരമായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നല്ല ബ്ലഡ് ഫ്ലോ വേണം ആ ഒരു ഏരിയയിലേക്ക്, ഗ്രോത്ത് ഫാക്ടേഴ്സ് വേണം ആ ഒരു ഏരിയയിൽ, സ്റ്റെം സെൽ ആക്ടിവിറ്റി നടക്കണം, ഹെൽത്തി സിഗ്നലിംഗ് പാത്വേസ് ഉണ്ടാവണം. സോ GHK കോപ്പർ ഈ പ്രോസസ്സിൽ പലതിനെയും ഒരേ സമയം സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് റിസർച്ച് ഫൈൻഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ GHK-Cu മിക്ക ഹെയർ സെറംസിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കമ്പോണന്റ് ആണ്. സ്കാൽപ് ഫോർമുലേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു കമ്പോണന്റ് ആണ്. ഹെയർ റീസ്റ്റോറേഷൻ പ്രോട്ടോകോൾസിൽ യൂസ് ചെയ്യുന്നുണ്ട്. സോ പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, GHK-Cuന്റെ ഒരു കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ആയിട്ട് നിങ്ങൾ എടുത്താൽ മതി. AHK-Cu ആണ് അത് കുറച്ചും കൂടി ബെറ്റർ. അത് ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. സോ GHK-Cu എന്ന് പറയുന്നത് ഒരു മിറാക്കിൾ ക്യൂർ അല്ല വെൻ ഇറ്റ് കംസ് ടു ഹെയർ. പക്ഷേ ഹെയർ ലോസ് റിസർച്ചിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോമ്പൗണ്ടിൽ ഒന്നാണ്. റിയൽ വൺ ഐ വുഡ് സേ AHK-Cu. ഇനി ലോഞ്ചെവിറ്റി, നമ്മളുടെ ഏറ്റവും കൺസേൺ ആയിട്ടുള്ളത് ഹെൽത്തി ഏജിങ് അല്ലെങ്കിൽ ലോഞ്ചെവിറ്റി, ലോങ് ലിവ് ആ ഹെൽത്തി ലൈഫ് അല്ലെ. ഇന്ന് നമ്മൾ ഏജിങ്ങിനെ പറ്റി പറയുമ്പോൾ തന്നെ മോഡേൺ സയൻസ് നല്ലൊരു മാറ്റത്തിൽ കൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മുമ്പ് നമ്മൾ ഏജിങ് എന്ന് പറയുന്നത് വിയർ ആൻഡ് ടിയർ എന്നാണ് കൺസിഡർ ചെയ്തിരുന്നത്. അത് എന്ന് വെച്ചാൽ എന്താണ്, കുറെ കാലം ആകുമ്പോൾ നമ്മുടെ ശരീരം നാച്ചുറൽ പ്രോസസ്സിൽ കൂടെ അത് കൊലാപ്സ് ആവുന്നു, തകരുന്നു, റിങ്കിൾസ് വരുന്നു, വിയർ ആൻഡ് ടിയേഴ്സ് വരുന്നു. പക്ഷെ ഇന്ന് ഏജിങ് എന്ന് പറയുന്നത് റിപ്പയർ കപ്പാസിറ്റി എന്നതിന്റെ ഒരു ഗ്രാജുവൽ ഡിക്ലൈൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. അതായത് നമ്മുടെ ബോഡിയുടെ റിപ്പയർ കപ്പാസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതാണ് ഏജിങ്. അപ്പൊ നമുക്ക് റിപ്പയർ കപ്പാസിറ്റി കൂട്ടാൻ പറ്റുന്നുണ്ടെങ്കിലോ, GHK-Cu കൊടുത്തു കഴിഞ്ഞാൽ റിപ്പയർ കപ്പാസിറ്റി കൂട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏജ് ആവില്ല. സി മേ ബി ആഫ്റ്റർ 40-50 years വെദർ യു ഡൈ ഓൾസോ ദാറ്റ് ഇസ് ഗോയിങ് ടു ബി യുവർ ചോയ്സ് അല്ലെ. നമുക്ക് റിപ്പയറിംഗ് ചെയ്യാൻ പറ്റും നമ്മുടെ ബോഡി എന്നുണ്ടെങ്കിൽ യു വോണ്ട് ഗെറ്റ് ഏജ്ഡ്. സോ ശരീരത്തിന് സ്വന്തമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കഴിവ് ക്രമേണ കുറയുന്നു, അതാണ് ഏജിങ്. ആ ഒരു കഴിവ് നിങ്ങൾക്ക് സപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ GHK-Cu ഹെൽത്തി ഏജിങ്ങുമായി ബന്ധപ്പെട്ട പാത്വേസിനെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്നുണ്ടെന്ന് റിസർച്ച് പറയുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ് റിഡ്യൂസ് ആവുന്നുണ്ട്, ഇൻഫ്ലമേഷൻ കൺട്രോൾ വരുന്നുണ്ട്, സെല്ലുലാർ റിപ്പയർ വരുന്നുണ്ട്, മൈറ്റോകോൺഡ്രിയൽ ഫംഗ്ഷൻ, മൈറ്റോകോൺഡ്രിയ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് SS31 അല്ലെങ്കിൽ MOTC ഒക്കെ ഉണ്ട്, സെപ്പറേറ്റ് പെപ്റ്റൈഡ്സ് ഉണ്ട്, ബട്ട് സ്റ്റിൽ ഇതും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ടിഷ്യൂ റീജനറേഷൻ ആണെങ്കിലും. സോ ലോഞ്ചവിറ്റി മെഡിസിനിലും ലോഞ്ചവിറ്റി ആയിട്ടുള്ള റിസർച്ചിലും യുനോ സെല്ലുലാർ പാത്വേസ് ആയിട്ടുള്ള ഇന്ററാക്ഷനും നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ GHK-Cu ഭയങ്കര വലിയൊരു റോൾ അവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് GHK-Cu ആന്റി ഏജിങ് നല്ലതായിട്ട് യൂസ് ചെയ്യുന്നത്. ബട്ട് അഗെയിൻ ഇറ്റ്സ് നോട്ട് എ മിറാക്കിൾ. പക്ഷേ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് വെറുതെ ഒരു സ്കിൻ പെപ്റ്റൈഡ് ആയിട്ട് മാത്രം ഇതിനെ കാണരുത്. സ്കിൻ ഹെൽത്തിനേക്കാളും വലിയൊരു സ്റ്റോറി ഇവിടെ ഉണ്ട്, വലിയൊരു റോൾ ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. ഇനിയുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടോപ്പിക്കൽ യൂസ്, പുറമേ ഉള്ള സെറംസ് ആണോ ഇൻജെക്റ്റബിൾ ആണോ വേണ്ടതെന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ സ്കിന്നിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരുപാട് GHK-Cu സെറംസ് ഉണ്ട്, ഹെയറിനാണെങ്കിലും ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, GHK-Cu മച്ച് മോർ ദാൻ ദാറ്റ്. റീജനറേഷൻ, റിപ്പയർ, ടിഷ്യൂ റീമോഡലിംഗ്, അങ്ങനത്തെ ഫങ്ഷൻസ്, ഈ റിസെപ്റ്റർ ബൈൻഡിങ്, ഫെസിലിറ്റേഷൻ, നമ്മുടെ ഇഞ്ചുറി റിക്കവറി, ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി ഇൻജെക്റ്റബിൾ. അപ്പോ അവിടെ വരുമ്പോൾ ടാർഗറ്റ് ടിഷ്യൂലേക്ക് നേരിട്ട് എത്തിക്കുന്നുണ്ട് അല്ലെ. അപ്പം നിങ്ങൾക്ക് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം. നിങ്ങൾ ടോപ്പിക്കൽ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റ് വിട്ടിട്ട് താഴേക്ക് പോകാൻ പറ്റില്ല. സോ ഇൻസൈഡ് റിപ്പയർ നടക്കാനായിട്ട് ഇൻജെക്റ്റബിളും, വേണമെങ്കിൽ ഔട്ട്സൈഡ് നിങ്ങൾക്ക് ടോപ്പിക്കൽ എന്ന രീതിയിലും യൂസ് ചെയ്യാൻ പറ്റും. സാധാരണയായിട്ട് ആ സിസ്റ്റമിക് എഫക്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞ ഇത്രയും കോമ്പിനേഷൻ ആയിട്ടുള്ള എഫക്ട് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇൻജെക്റ്റബിൾ തന്നെ വേണം. ആഫ്റ്റർ 35, ആഫ്റ്റർ 40
ഇഞ്ചെക്റ്റബിൾ ആയിരിക്കും ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യുന്നത്. ഇഞ്ചെക്റ്റബിൾ ആണ് ഞാൻ എന്റെ വൈഫിനാണെങ്കിലും കൊടുക്കുന്നത്, എന്റെ ഫ്രണ്ട്സിനാണെങ്കിലും കൊടുക്കുന്നത്, എന്റെ ക്ലയൻസിനാണെങ്കിലും കൊടുക്കുന്നത്. ബട്ട് ഐ എം നോട്ട് യുവർ ഡോക്ടർ, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അഡ്വൈസ് ചെയ്യുന്നതല്ല. ഞാൻ എന്റെ കാര്യങ്ങൾ പറഞ്ഞതാണ്. ഞാൻ യൂസ് ചെയ്യുന്നതാണ്, എന്റെ വൈഫ് യൂസ് ചെയ്യുന്നതാണ്, എന്റെ ഫ്രണ്ട്സ് യൂസ് ചെയ്യുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അത് യൂസ് ചെയ്യണം. അതുപോലെ തന്നെ ഏത് പവർഫുൾ ബയോളജിക്കൽ സിഗ്നൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും കുറച്ച് ട്രേഡ് ഓഫ്സ് ഉണ്ടാവും, കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ഉണ്ടാവും. GHK-CUവിന്റെ ഒരു ഇമ്പോർട്ടന്റ് കൺസേൺ എന്ന് പറയുന്നത് കോപ്പർ ബാലൻസ് ആണ്. കോപ്പർ വളരെ ആവശ്യമായിട്ടുള്ള ഒരു മിനറൽ ആണ്, പക്ഷെ അതിന്റെ ബാലൻസ് നമ്മൾ ഭയങ്കര ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. കോപ്പർ അധികമായാലും പ്രശ്നം ഉണ്ടാവും. ഇവിടെ സിങ്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, കാരണം സിങ്ക് ഇൻടേക്ക് കൂടിക്കഴിഞ്ഞാൽ കോപ്പറിന്റെ അബ്സോർപ്ഷൻ കുറയും. അതുപോലെ എക്സസ് കോപ്പർ സിങ്കിന്റെ സ്റ്റാറ്റസിനെയും ബാധിക്കാം. അതുകൊണ്ട് ആ ഒരു ബാലൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ഒരു കൺസേൺ ഉള്ളത് ആൻജിയോജെനസിസ് കൺസേൺ ആണ്. അതൊരു തിയററ്റിക്കൽ കൺസേൺ ആണ്. ആൻജിയോജെനസിസ് എന്ന് പറയുന്ന പുതിയ ബ്ലഡ് വെസൽസ് രൂപപ്പെടുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷെ ഇവിടെ ക്യാൻസർ പേഷ്യൻസിന് ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഡിബേറ്റ് നടക്കുന്നുണ്ട്. ഐ മൈസെൽഫ് ഇസ് എ ക്യാൻസർ സർവൈവർ ആൻഡ് പുതിയ ആ ഒരു ഏരിയയിൽ പുതിയ ബ്ലഡ് വെസൽസോ അല്ലെങ്കിൽ എൻലാർജ്മെന്റ് കാര്യങ്ങൾ വരുന്നത് നമുക്ക് അത്രയും നല്ല കാര്യമല്ല. ബട്ട് അത്രയും റിസർച്ച് ചെയ്തിട്ടുണ്ട്, അതിനുശേഷമാണ് യൂസ് ചെയ്യുന്നത്. ഇൻഫാക്ട് ഐ വുഡ് സേ റിസ്ക് ഇസ് ദേർ. യു ഹാവ് ടു സംടൈംസ് യു ഹാവ് ടു ടേക്ക് ദ റിസ്ക്. കോസ്റ്റ് ബെനിഫിറ്റ് ആണ്. അതല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ക്യാമറയുടെ മുമ്പിൽ വന്നിരുന്ന് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ പറ്റില്ല. സോ ഐ ഹാവ് ടു ഡിസൈഡ് വെദർ ഐ ഷുഡ് ലിവ് എ ലൈഫ് ലൈക്ക് എക്സ്പെക്ടിങ് ദിസ് ഇസ് ഐ ഡോണ്ട് നോ അബൌട്ട് ദിസ് and I should not use this, or I will take that risk and I am looking at the cost benefit analysis. So cost benefit analysis നോക്കിക്കഴിയുമ്പോൾ എനിക്ക് ബെനിഫിറ്റ് കൂടുതലാണ്, ഒരുപാട് ഞാൻ കൊടുക്കേണ്ട കോസ്റ്റിനേക്കാളും കൂടുതലാണ്. സോ ഹീലിംഗിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഒരു മുറിവ് ഭേദമാവണമെന്നുണ്ടെങ്കിലും പുതിയ ബ്ലഡ് വെസൽസ് വേണം. പക്ഷെ ഇപ്പോഴും ആ ഒരു ഏരിയയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാൻസർ പേഷ്യൻസിന് അത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഡിസ്കഷൻ ഉണ്ട്. ദാറ്റ് ഐ എം ലീവിംഗ് ഇറ്റ് ടു യുവർ ഡോക്ടർ. ഐ എം യൂസിങ് ഇറ്റ്. ഐ എം എ സർവൈവർ, സ്റ്റിൽ ഐ എം യൂസിങ് ഇറ്റ്. സോ മറ്റ് പെപ്റ്റൈഡ്സ് എന്ന് GHK-CUവിന് ഏറ്റവും കൂടുതൽ പ്രത്യേകത എന്താണ്? ഇതാണ് എന്റെ ലാസ്റ്റ് കാര്യങ്ങൾ പറയാനുള്ളത്. നമുക്ക് മിക്ക പെപ്റ്റൈഡ്സും ഒരു പ്രത്യേക പാത്വേസ് അല്ലെങ്കിൽ റിസപ്റ്റേഴ്സ് ഉണ്ട്. നമ്മൾ സെമാഗ്ലൂട്ടൈൻ എടുക്കുന്നത് നമ്മുടെ അപ്പറ്റൈറ്റ് കുറയ്ക്കുന്നു. നമ്മൾ CJC1295 വിപാമോറാലിൻ എടുക്കുന്നു. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? ഗ്രോത്ത് ഹോർമോൺ റിലേറ്റഡ്. അതുപോലെ റിക്കവറിക്ക് വേണ്ടി ചില പെപ്റ്റൈഡ്സ് ഉണ്ട്, അല്ലെ? GHK-CU നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു റിപ്പയർ കോർഡിനേറ്റർ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഒരു പാത്വേ മാത്രമായിട്ടല്ല ആക്ടിവേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ മെയിൻ്റെനൻസ്, റീജനറേഷൻ, റിപ്പയർ, നിരവധി സിസ്റ്റംസ് ഒരേ സമയം ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നതാണ് നമ്മളിപ്പോ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് മറ്റ് പെപ്റ്റൈഡ്സ് വെച്ച് നോക്കുമ്പോൾ GHK-CU കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളതും അട്രാക്റ്റീവ് ആയിട്ടുള്ളതും. GHK-CU എന്ന് പറയുമ്പോൾ എല്ലാ ആൾക്കാരും ചിന്തിക്കുന്നത് ബെറ്റർ സ്കിൻ ക്വാളിറ്റിയാണ്. ഓഫ് കോഴ്സ് സ്കിൻ ക്വാളിറ്റി മെച്ചപ്പെടുത്താൻ GHK-CU നല്ല എവിഡൻസ് ഉണ്ട്. ഈ ഒരു സാധനം നല്ല രീതിയിൽ ഞാൻ ഒരു 1 year, ഒരു 6 months തന്നെ എനിക്ക് 6 months തന്നെ നല്ല ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പറയുന്ന സ്റ്റോറിയുടെ ഒരു തുടക്കം മാത്രമാണ്. GHK-CU ഡീപ്ലി ഇൻവോൾവ് ആയിട്ടുള്ളത് മൾട്ടിപ്പിൾ കാര്യങ്ങളാണ്. ടിഷ്യൂ റിപ്പയർ, ദാറ്റ്സ് ഹ്യൂജ്, ദാറ്റ്സ് ബിഗ് ഏരിയ. കൊളാജൻ റീമോഡലിംഗ്, ഇലാസ്റ്റിൻ പ്രൊഡക്ഷൻ, കോപ്പർ ഡെലിവറി ടു ദോസ് ഏരിയാസ്, ഇൻഫ്ലമേഷൻ കൺട്രോൾ. KPV എന്നുള്ള പെപ്റ്റൈഡ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണത്. ജീൻ റെഗുലേഷൻ, സെല്ലുലാർ മെയിൻ്റെനൻസ്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ശരീരത്തിൽ റിപ്പയറും റീജനറേഷനും എങ്ങനെ കോർഡിനേറ്റ് ചെയ്യുന്നു, നമ്മുടെ നാച്ചുറലി നമ്മുടെ ബോഡി എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു ഗ്ലിംസ് ആണ് GHK-CU പറയുന്നത്. ഒരു കാര്യം വ്യക്തമാണ് ഇതിന്, GHK-CU ഒരു ബ്യൂട്ടി പെപ്റ്റൈഡോ അല്ലെങ്കിൽ ഒരു കോസ്മെറ്റിക് പെപ്റ്റൈഡോ അല്ലെങ്കിൽ ഒരു സ്കിൻ പെപ്റ്റൈഡോ മാത്രമല്ല, പെപ്റ്റൈഡ് സയൻസിന്റെ മുഴുവൻ മേഖല എടുത്താലും ഏറ്റവും ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു റിപ്പയർ സിഗ്നലിൽ ഒന്നാണ്. സോ അതുകൊണ്ട് ഇതിനെ സ്കിൻ പെപ്റ്റൈഡ് ആയിട്ട് മാത്രം നിങ്ങൾ കാണരുത്. നിങ്ങൾ അബവ് 40 അല്ലെങ്കിൽ അബവ് 35 ആണെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി യൂസ് ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾ കൺസിഡർ ചെയ്യണം. നിങ്ങൾക്ക് അത് യൂസ് ചെയ്യുന്നതിനെ പറ്റി പ്രോട്ടോകോളോ, നിങ്ങൾക്ക് കൺഫ്യൂഷനോ അല്ലെങ്കിൽ അതിന്റെ അവൈലബിലിറ്റിയോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ടീമായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ സീ യു ഗൈസ്. താങ്ക് യു.